ഒരായുസ്സുകൊണ്ട് നേടിയെടുത്തത് മാത്രമല്ല, സ്നേഹം തന്ന് കൂടെ നിന്നവരെയെല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ നാടൊന്നിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെയും അല്ലാതെയും വയനാടിനായി കേരളം കൈകോർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ദുരന്തഭൂമിയായ വയനാട്ടിലേക്ക് സഹായമെത്തിക്കാൻ നാടൊന്നിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാനായത്. മലയാളികളുടെ പ്രിയതാരങ്ങളായ ഫഹദ് ഫാസിലും നസ്രിയയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 25 ലക്ഷം രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് വെള്ളിയാഴ്ച കൈമാറി. താരങ്ങൾ അയച്ച പ്രതിനിധി PK ശ്രീകുമാർ ആലപ്പുഴ കളക്ടറേറ്റിലെത്തിയാണ് കൈമാറിയത്. ട്രാവൻകൂർ മാർട്സ് ആൻഡ് മാറ്റിംഗ് മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ കൈമാറി. CK ആശ MLAയുടെയും വൈക്കം താലൂക്ക് ഓഫീസിന്റെയും സഹകരണത്തോടെ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കളും തുണിത്തരങ്ങളും മറ്റവശ്യ വസ്തുക്കളും കോട്ടയം ബസേലിയസ് കോളേജിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള കളക്ഷൻ സെന്ററിൽ എത്തിച്ചു. CK ആശ MLAയിൽ നിന്ന് കോട്ടയം ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ വസ്തുക്കൾ ഏറ്റുവാങ്ങി. കോട്ടയം കളരിക്കൽ ബസാറിലുള്ള ജോസ് ഗോൾഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപയുടെ ചെക്കും തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയൽ എന്ന സ്ഥാപനം 1.5 ലക്ഷം രൂപയുടെ ചെക്കും ജില്ലാ കളക്ടർ ജോൺ V സാമുവലിന് കൈമാറി. കോട്ടയം സർക്കാർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ 45,000 രൂപയുടെ DD ആണ് ജില്ലാ കളക്ടർക്ക് കൈമാറിയത്. ആലപ്പുഴ കളക്ടറേറ്റിൽ നിന്നും വയനാടിനായി ശേഖരിച്ച അവശ്യ വസ്തുക്കളുമായുള്ള ആദ്യ ട്രക്ക് പുറപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിച്ച ഫിനൈൽ, ബ്ലീച്ചിംഗ് പൗഡർ, തലയിണ, പായ, ഭക്ഷ്യവസ്തുക്കൾ, ബ്രഷ്, പേസ്റ്റ്, റെയിൻകോട്ട് തുടങ്ങിയ അവശ്യ വസ്തുക്കളാണ് ഇന്ന് വലിയ ട്രക്കിലേക്ക് മാറ്റി വയനാട്ടേക്ക് അയച്ചത്. ആദ്യ ലോഡിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സിവിൽ സ്റ്റേഷനിൽ നിർവഹിച്ചു. വയനാടിന് കൈത്താങ്ങുമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആദ്യ ഗഡുവായി COA 10 ലക്ഷം രൂപ കൈമാറി. കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംഘടന 10 ലക്ഷം രൂപയാണ് ആദ്യ ഗഡുവായി കൈമാറിയത്. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ തന്റെ കുടുക്കയിലെ സമ്പാദ്യം കൈമാറി 4.5 വയസ്സുകാരൻ. ബുധനൂർ കുട്ടമ്പേരൂർ ഗിരിജാഭവനത്തിൽ രബീഷ് ചന്ദ്രൻ ഗ്രീഷ്മ ദമ്പതികളുടെ മകൻ ആരവ് കൃഷ്ണയാണ് തന്റെ ചെറിയ സമ്പാദ്യം ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മാന്നാർ എമർജൻസി റെസ്ക്യൂ ടീമിനെ ഏൽപ്പിച്ചത്. മാന്നാർ എമർജൻസി റെസ്ക്യൂ ടീം മെർട്ടിന്റെ നേതൃത്വത്തിൽ വയനാടിനൊരു കൈത്താങ് എന്ന പേരിൽ അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരണം ആരംഭിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ആരവ് കൃഷ്ണയുടെ മാതാപിതാക്കൾ മാന്നാർ എമർജൻസി റെസ്ക്യൂ ടീമിന്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് മകന്റെ സഹായം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. തുടർന്ന് റെസ്ക്യൂ ടീം സെക്രട്ടറി അൻഷാദ് മാന്നാർ, ജോയിന്റ് സെക്രട്ടറി ഫസൽ റഷീദ് എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് തീരാവേദനയിൽ കഴിയുന്ന വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാകാൻ എടത്വ ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സേവ് വയനാട് പ്രൊജക്ട് ആരംഭിച്ചു. പ്രൊജക്ടിന്റെ ഉദ്ഘാടനം കല്ലുപുരയ്ക്കൽ രഞ്ജു എബ്രഹാം ആദ്യ സംഭാവന നൽകി നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് ചേർന്ന അനുസ്മരണ സമ്മേളനം ലയൺസ് ക്ലബ് സോൺ ചെയർപേഴ്സൺ MJF സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാം അറിയാം, ഒരു ദിവസം ഒന്നും എഴുന്നേൽക്കുമ്പോൾ ഒന്നുമില്ലാത്ത ഒരാളായി മാറുമ്പോൾ അവൻ്റെ വേദന, അവരുടെ കൂട്ടത്തിലൊരാളെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന നമുക്കറിയാം. അവരെ സഹായിക്കാം. നമ്മുടെ ലയൺസിൻ്റെ ആപ്തവാക്യം തന്നെ വി സെർവ് എന്നാണ്. ഈ വർഷം നമ്മുടെ ഗവർണറെ ടുഗദർ വി ക്യാൻ ഡു മെനി തിങ്സ്. നമുക്ക് പാവങ്ങളെ സഹായിക്കുക, വളരെയധികം സേവന പ്രവർത്തനമാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം. പിന്നെ സൈക്കിള്, പിന്നെ 100 വീടിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആർക്കെങ്കിലും ഒരു 4-5 സെൻറ്റ് വസ്തു ഉള്ളവരുടെ അവർ പ്രസിഡന്റ് ത്രൂ അപ്ലൈ ചെയ്യാമെങ്കിൽ, ചങ്ങനാശ്ശേരിയിൽ അപ്ലൈ ചെയ്യാമെങ്കിൽ ഒരു വീട്, അത് മണപ്പുറം നന്ദകുമാർ സാർ കൂടെ ചേർന്നത്, അദ്ദേഹം ഒരുപാട് സേവന പ്രവർത്തനം ചെയ്യുന്ന ആളാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹം മുൻകൈ എടുത്ത് കൂടുതൽ ചിലവ് അദ്ദേഹമാണ് വഹിക്കുന്നത്. ക്ലബ് ചാർട്ടർ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ V ഇടിക്കുള അധ്യക്ഷനായി. സെന്റ് ജോർജ് ടൂറിസ്റ്റ് ഹോം ഡയറക്ടർ മാത്യു തോമസ് ചിറയിൽ മുഖ്യ സന്ദേശം നൽകി.
പ്രൊജക്ട് കോർഡിനേറ്റർമാരായ വിൻസെന്റ് കടുമത്ത്, മോഡി കന്നേൽ എന്നിവർ സംസാരിച്ചു. ദുരന്തഭൂമിയിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ അവശ്യ സാധനങ്ങൾ സമാഹരിച്ച് നൽകുന്നതോടൊപ്പം പുനരധിവാസ പദ്ധതിയിൽ ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ പങ്കാളിയാകുമെന്ന് ചാർട്ടർ പ്രസിഡന്റ് ബിൽബി മാത്യു കണ്ടത്തിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 8544222794 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വയനാട്ടിൽ ഉരുളുപൊട്ടി മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് എടത്വ പച്ച ചെക്കിടിക്കാട് ലൂർദുമാത ഹയർ സെക്കൻഡറി സ്കൂൾ. മരണപ്പെട്ടവരെ അനുസ്മരിച്ച് പുഷ്പാർച്ചനയും അനുശോചനവും നടത്തിയ കുട്ടികൾ വയനാടിനൊപ്പമാണ് തങ്ങളെന്ന പ്രതിജ്ഞയും എടുത്തു. അനുശോചന സമ്മേളനവും പുഷ്പാർച്ചനയും സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ തോമസ് കുട്ടി മാത്യു ചിരമ്പേലിൽ അനുസ്മരണ സന്ദേശം നൽകി. ഹെഡ്മിസ്ട്രസ് അന്നമ്മ ജോസഫ്, PTA പ്രസിഡന്റ് സിനു പന്ത്രണ്ടിൽ, അധ്യാപകരായ മേരി കോശി, ഷിജോ സേവ്യർ, റൂബിൻ തോമസ്, ബിൽജ ജോസ്, വിദ്യാർത്ഥി പ്രതിനിധികളായ ബിൽജിൻ ജേക്കബ്, ഏഞ്ചൽ റോസ് ജോസഫ്, സോന ലിജിമോൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും പുഷ്പാർച്ചന നടത്തി. ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് സ്കൂളിന്റെ നേതൃത്വത്തിൽ തുക സമാഹരിക്കാനും തീരുമാനമായി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന് തുടക്കമായി. വൈവിധ്യങ്ങളായ ബോധവൽക്കരണ പരിപാടികളടക്കം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി സ്ഥാപനതല ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ജനിക്കുന്ന എല്ലാ വാവകൾക്കും അവരുടെ ജന്മ അവകാശമായ അവരുടെ അമ്മയുടെ പാല് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. അതേപോലെ നമ്മൾ MBFH എന്ന് പറയുന്ന ഒരു നാഷണൽ പ്രോഗ്രാം, അല്ലെങ്കിൽ ഒരു ലോകത്തെല്ലാം നന്നായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ 6 മാസം എക്സ്ക്ലൂസീവായിട്ട്, അതായത് അമ്മയുടെ പാല് മാത്രം കുടിച്ച് ഉള്ള കുട്ടി എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയാലും നമ്മൾ അമ്മമാർക്കുള്ള സപ്പോർട്ട് പീഡിയാട്രീഷ്യൻസിലൂടെ തുടർന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൂടെ തന്നെയും നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ എല്ലാ അമ്മമാരാകാൻ പോകുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ലാക്ടേഷൻ മാനേജ്മെൻറ്റ് കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ അവർ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ നഴ്സിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. ചടങ്ങിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ശ്യാമമോൾ PS അധ്യക്ഷത വഹിച്ചു. ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ശാന്തി ആരോഗ്യ സന്ദേശം നൽകി. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷേർലി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ മനീഷ് നായർ, നിർമ്മല അഗസ്റ്റിൻ, രാജമ്മ, S ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. BCF കോളേജ് ഓഫ് നഴ്സിംഗ് ചമ്മനാകരിയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ സ്കിറ്റും മറ്റു ബോധവൽക്കരണ പരിപാടികളും ശ്രദ്ധേയമായി. ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡിലെ ശുചിമുറി കോംപ്ലക്സ് അടച്ചുപൂട്ടിയതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിൽ. പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ടെങ്കിലും വിവിധ ഇടങ്ങളിൽ നിന്നെത്തുന്ന നൂറുകണക്കിന് യാത്രക്കാർ ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണെന്നാണ് പരാതി. പൈപ്പും മലിനജല ടാങ്കും ബ്ലോക്കായതിനെ തുടർന്ന് സ്റ്റാൻഡിലെ ശുചിമുറിയിൽ നിന്നുള്ള മലിനജലം കഴിഞ്ഞ ദിവസങ്ങളിൽ മുനിസിപ്പൽ റോഡിലേക്ക് ഒഴുകിയിരുന്നു. തുടർന്ന് നഗരസഭ KSRTCക്ക് കത്ത് നൽകി. സംഭവം ആവർത്തിച്ചാൽ 50,000 രൂപ പിഴ ഈടാക്കേണ്ടി വരുമെന്നും നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്നാണ് ശുചിമുറി അടച്ചുപൂട്ടേണ്ടി വന്നത്. പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാൻ ശുചിമുറി നടത്തിപ്പിന് കരാർ ഏറ്റെടുത്തവർ ശ്രമിച്ചെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്ന് കണ്ട് പിന്മാറിയെന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുകയാണ്. യാത്രക്കാരുടെ ഭാഗത്തു നിന്നും വലിയ പരാതി ഉയർന്നതിനെ തുടർന്ന് അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ചങ്ങനാശ്ശേരി ATO KSRTC ചീഫ് ഓഫീസിന് കത്ത് നൽകുകയും ചെയ്തു. KSRTCക്ക് വേണ്ടി ശുചിമുറി സംവിധാനം ഒരുക്കുന്ന സുലഭ ഏജൻസിയെ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിലെ ശുചിമുറി കോംപ്ലക്സ് ഉടനെ ഏൽപ്പിക്കാനാണ് തീരുമാനം. മലിനജലം പൊട്ടിയൊഴുകുന്ന പ്രശ്നങ്ങളും കോംപ്ലക്സിന്റെ തകരാറുകളും പരിഹരിച്ച് ഇവർക്ക് നടത്തിപ്പ് നൽകാനാണ് തീരുമാനമെന്ന് അധികൃതർ പറഞ്ഞു. നിലവിൽ ജീവനക്കാരുടെ ശുചിമുറി യാത്രക്കാർക്കായി തുറന്നുകൊടുത്തിട്ടുണ്ടെന്നും അധികൃതർ പറയുന്നു. ആലപ്പുഴ കൊമ്മാടിയിൽ നിന്ന് അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്ത് സംഘം പിടിയിൽ. 18 കിലോ കഞ്ചാവുമായി കാറിലെത്തിയ 3 അംഗ സംഘത്തെയാണ് എക്സൈസ് പിടികൂടിയത്. കരുനാഗപ്പള്ളി സ്വദേശികളായ അലിഫ് ഷാ നജീം, മുഹമ്മദ് ബാദുഷ, അജിത് പ്രകാശ് എന്നിവരെയാണ് ആലപ്പുഴ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ M മഹേഷും സംഘവും പിടികൂടിയത്. പ്രതികൾ എറണാകുളത്തു നിന്നും കാർ വാടകയ്ക്കെടുത്ത് ആന്ധ്രാപ്രദേശിൽ നിന്നും കഞ്ചാവ് നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു. ആലപ്പുഴയിലെ അതിർത്തി പ്രദേശങ്ങളും എറണാകുളവുമായിരുന്നു പ്രധാന വിൽപ്പന കേന്ദ്രം.
ധാരാളം യുവാക്കൾ ഇവരുടെ സംഘത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. ഇവരുടെ സംഘത്തിൽപ്പെട്ട പ്രധാന വ്യക്തികളെക്കുറിച്ചുള്ള വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. രാമഗിരി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പറായി ബി സരിൻകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് രാമഗിരി പഞ്ചായത്ത് ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. രാമഗിരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന റജപ്പൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജുമോൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട രാമഗിരി പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സരിൻകുമാർ പി എന്ന ഞാൻ ഈ മാസം നടപ്പാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും ഊർവ് പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ആശങ്ക കൂടാതെ മമതയോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് പ്രതിജ്ഞ. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എം വി പ്രിയ ടീച്ചർ, മോൾജി രാജേഷ്, സൂര്യ ജിജിമോൻ, കെ പി അജയഘോഷ്, അഡ്വക്കേറ്റ് ഡി സലീംകുമാർ, സി പി ബ്രീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. തലവടി നീരേറ്റുപുറം വ്യാസപുരത്ത് മിഥുനം എന്ന പേരിൽ പുരുഷ സ്വയം സഹായ സംഘം രൂപീകരിച്ചു. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് ആദ്യ യോഗം ആരംഭിച്ചത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത് യോഗം ഉദ്ഘാടനം ചെയ്തു. സ്വയം സഹായ സംഘം പ്രസിഡന്റ് പി ടി പ്രകാശ് അധ്യക്ഷനായിരുന്നു. രക്ഷാധികാരി വാസവൻ മുണ്ടകത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ബാലകൃഷ്ണൻ, ട്രഷറർ ഡോക്ടർ സത്യകീർത്തി എന്നിവർ സംസാരിച്ചു. ICC അമ്പയറായി തിരഞ്ഞെടുക്കപ്പെട്ട ചങ്ങനാശ്ശേരി പുഴവാത് സ്വദേശി രാജേഷ് പിള്ളയെ ചങ്ങനാശ്ശേരി വൈകുണ്ഠനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. വൈകുണ്ഠനഗർ റെസിഡൻസ് അസോസിയേഷൻ അംഗമാണ് ICC അമ്പയറായി തിരഞ്ഞെടുക്കപ്പെട്ട രാജേഷ് പിള്ള. അസോസിയേഷൻ പ്രസിഡന്റ് നന്ദകിഷോർ, സെക്രട്ടറി വിജയലക്ഷ്മി, ട്രഷറർ ബൈജു മോൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സനൽ പി നായർ, കിഷോർ എന്നിവർ ചേർന്നാണ് പൊന്നാടയണിയിച്ച് ആദരിച്ചത്. രാജേഷ് പിള്ള ആദ്യം നിയന്ത്രിച്ച അന്താരാഷ്ട്ര മത്സരം ജൂലൈ 16-നായിരുന്നു. തൊട്ടടുത്ത ദിവസം രണ്ടാമത്തെ മത്സരവും നിയന്ത്രിച്ചു. T20-യിൽ കെനിയയും നൈജീരിയയും തമ്മിലുള്ള മത്സരമാണ് നിയന്ത്രിച്ചത്. ഇന്ത്യ, UK, തായ്ലാന്റ്, സൗത്ത് ആഫ്രിക്ക, നെതർലാൻഡ്, നൈജീരിയ, റുവാണ്ട, കെനിയ, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങളും നിയന്ത്രിച്ചിട്ടുണ്ട്. 28 വർഷമായി ടെലികോം മേഖലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം 15 രാജ്യങ്ങളിൽ ജോലി ചെയ്തു. അവിടെയെല്ലാം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിച്ചു. ഇവിടെയാണ് പഠിച്ചത്. റൂബിയിൽ പഠിച്ചു, അത് കഴിഞ്ഞ് SH പഠിച്ചു, അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് NSS ആയിരുന്നു. അത് കഴിഞ്ഞ് കർണാടകയിലെ ഹയർ സ്റ്റഡീസിന് പോയി. അങ്ങനെ പിന്നെ നാട്ടിൽ നിന്ന് വിടുകയായിരുന്നു. അപ്പോൾ കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയാണ് ആദ്യം കിട്ടിയത്. ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു, ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ക്രിക്കറ്റ് കുറച്ച് കുറവായിരുന്നു ആ സമയത്ത്. ഓപ്പർച്യൂണിറ്റി വന്നത് ഞാൻ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് പോയപ്പോഴാണ്. ആദ്യം സെലക്ഷന് പോയപ്പോഴാണ് 3 ബോൾ എറിഞ്ഞ് 3 വിക്കറ്റ് എടുത്ത ആ സമയത്താണ് അങ്ങനെ അതിനകത്ത് കയറുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് അത് കഴിഞ്ഞ് പഠിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ക്രിക്കറ്റിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. ഫൈനൽ ഇയർ ആയിരുന്നപ്പോഴേക്കും ബാഡ്മിൻ്റൻ്റെ സെലക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ബാഡ്മിൻ്റൺ കോളേജ് ടീമിൽ കളിച്ചായിരുന്നു. കൂടുതൽ കളിക്കാൻ പറ്റിയത് UK ചെന്നിട്ടാണ്. UKയിൽ വാർവിക്കിൻ്റെ 3rd ഡിവിഷൻ കളിച്ചായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ പിന്നെ ക്രിക്കറ്റിൻ്റെ ഇതിലോട്ട് വന്നത്. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബേസിക് നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് തന്നെയാണ് ഇത് തുടങ്ങാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ICC അമ്പയറിലേക്ക് വന്ന ഒരു ജേർണിയെ പറ്റി പറയാം. ഇതൊരു 16 വർഷത്തെ ഒരു എഫേർട്ടാണ്. അത് ഇന്നലെയും തുടങ്ങിയതല്ല. UK പോയപ്പോൾ ആദ്യമായിട്ടാണ് ഈ അമ്പയറിങ് ചെയ്യാൻ തുടങ്ങിയത്. അത് ലെഗ് അമ്പയറായിട്ട് അവിടെ ആരും നിൽക്കാൻ ചില സമയത്ത് കളിയിൽ അമ്പയർ വരാത്ത സമയത്ത് പോയി നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് അമ്പയറിലോട്ട് വരാനുള്ള ഒരു ഇത് വന്നത്. പുഴവാത് ശ്രീ വൈകുണ്ഠേശ്വര സന്താന ഗോപാലമൂർത്തി ക്ഷേത്രത്തിന് സമീപം രഞ്ജിനി വീട്ടിൽ രവീന്ദ്രനാഥ പിള്ളയുടെയും ലതാ പിള്ളയുടെയും മകനാണ് രാജേഷ് പിള്ള. ചാന്നാനിക്കാട് വലിയ വീട്ടിൽ അനിത രാജേഷാണ് ഭാര്യ. ആദിത്യ പിള്ള, മേധ പാർവതി എന്നിവരാണ് മക്കൾ. ചെങ്ങന്നൂരിലെ നോർക്ക റൂട്ട്സ് റീജിയണൽ സബ് സെന്ററിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷനായി പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ചിറ്റൂർ ചേംബേഴ്സ് ബിൽഡിംഗിന്റെ 1ാം നിലയിൽ ആഗസ്റ്റ് 6-ന് നടക്കുന്ന ക്യാമ്പിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ആഗസ്റ്റ് 6-ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 2 വരെ നടക്കുന്ന അറ്റസ്റ്റേഷനിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് അവസരം ലഭിക്കുക. ഇതിനായി നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.norcaroots.org-ൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷയുടെ പ്രിന്റൌട്ട്, പാസ്പോർട്ട്, സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലും പകർപ്പും സഹിതം പങ്കെടുക്കാവുന്നതാണ്.
വ്യക്തിവിവര സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷനായുള്ള അപേക്ഷയും ക്യാമ്പിൽ സ്വീകരിക്കും. അന്നേ ദിവസം നോർക്ക റൂട്ട്സിന്റെ തിരുവനന്തപുരം സെന്ററിൽ അറ്റസ്റ്റേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. കേരളത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രമേ നോർക്ക റൂട്ട്സ് വഴി അറ്റസ്റ്റേഷന് നൽകാൻ കഴിയൂ. കൂടുതൽ വിവരങ്ങൾക്ക് 0408-208-0428 എന്ന നമ്പറിലോ 91884929 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. 0471-2770557 എന്ന നമ്പറിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളിലും വിവരങ്ങൾ അറിയാൻ വിളിക്കാം. കർക്കടകവാവ് മഹോത്സവത്തിനൊരുങ്ങി പ്രസിദ്ധമായ കൈനടി കരുമാത്ര ക്ഷേത്രം. കർക്കടകവാവ് ദർശനം ശനിയാഴ്ച പുലർച്ചെ 5 മുതൽ ആരംഭിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. കർക്കടകവാവ് ദർശനത്തിന് മുന്നോടിയായി വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ രാമായണ പാരായണം, വൈകിട്ട് 6:30 വിശേഷാൽ ദീപാരാധന, സോപാന സംഗീതം എന്നിവ നടന്നു. രാത്രി 9 പ്രസിദ്ധമായ വെള്ളം കുടിവെപ്പ് വഴിപാട് നടത്തിയാണ് നട അടയ്ക്കുക. ശനിയാഴ്ച പുലർച്ചെ 5 ക്ഷേത്ര നട തുറപ്പും കർക്കടകവാവ് ദർശനവും ആരംഭിക്കും. തുടർന്ന് ഉണ്ണിയപ്പം പ്രസാദം വിതരണം നടക്കും. ക്ഷേത്രനട നാളെ മുഴുവൻ സമയവും തുറന്നിരിക്കും. ബലിയിട്ട ശേഷവും ഭക്തർക്ക് ക്ഷേത്രത്തിലെത്തി കർക്കടകവാവ് ദർശിക്കുവാനും പ്രസാദം വാങ്ങുവാനുമുള്ള സൗകര്യമുണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് PT ഗോപാലകൃഷ്ണക്കുറുപ്പ്, സെക്രട്ടറി PT വാസുദേവക്കുറുപ്പ് എന്നിവർ അറിയിച്ചു. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വെള്ളംകുടി വഴിപാട് നടത്തി ക്ഷേത്രനട അടച്ച് നാളെ രാവിലെ 4 മണിക്ക് പ്രസാദ വിതരണം ആരംഭിക്കും. ക്ഷേത്രത്തിൽ രാവിലെ 4 മണി മുതൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് തുടർച്ചയായി മുഴുവൻ സമയവും പകൽ സമയവും മുഴുവൻ സമയവും ക്ഷേത്ര ദർശനത്തിനും ഭഗവാന്റെ പ്രസാദം ഏറ്റുവാങ്ങുന്നതിനുള്ള അവസരം ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. വിശേഷിച്ച് വിഷചികിത്സയ്ക്ക് പ്രസിദ്ധമായ കുട്ടനാട്ടിലെ അതന്നെയല്ല കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കരുമാത്ര ക്ഷേത്രത്തിലെ വിഷസംബന്ധമായ ചികിത്സാർത്ഥം വന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് കടലപ്പഴം തേച്ചു കൊടുക്കുന്നതിനും വെള്ളംകുടി വഴിപാട് അതുപോലെ തന്നെ പിതൃപൂജ ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തുന്നതിനുള്ള ചിട്ടയായ ഒരുക്കങ്ങളെല്ലാം ഈ വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. കർക്കടകവാവ് ദിവസം രാവിലെ 7 മുതൽ ഈര PV പ്രസാദ്, പാത്താമുട്ടം രഘു എന്നിവരുടെ സംഗീതാർച്ചനയുണ്ടാകും. ദർശനത്തിനും പ്രസാദം വിതരണത്തിനുമുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭരണസമിതി അറിയിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി MC റോഡിൽ കുറിച്ചി ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിൽ നിന്നും കൈനടി കാവാലം റൂട്ടിൽ 8 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് കൈനടി കരുമാത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്പെഷ്യൽ ബസ്, ബോട്ട് സർവീസുകളും ഉണ്ടായിരിക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.